വ്യത്യസ്ത ഇനം ജീവജാലങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഭൂമി. ഓരോ ദിവസവും ഗവേഷണങ്ങളിലൂടെയും മറ്റും വിചിത്രമായ ജീവജാലങ്ങളെയും മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട്. അത്തരത്തിൽ കൗതുകമുണർത്തുന്ന ഒരു ജീവിയുടെ കണ്ടെത്തലാണ് ശാസ്ത്രലോകത്തെയും ഞെട്ടിക്കുന്നത്. ഇഷ്ടഭക്ഷണം മണ്ണിരയും ചെറുപാമ്പുകളും. വാലറ്റത്ത് മഞ്ഞപ്പൊട്ടുകൾ. ഇത്തനെ കുഞ്ഞൻ പാമ്പിന്റെ പേര് മഞ്ഞപ്പൊട്ടുവാലൻ. കവചവാലൻ പാമ്പുകളുടെ ജനുസിൽപ്പെട്ട പുതിയ സ്പീഷീസിനെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ടെയിൽ സ്പോട്ട് ഷിൽ ടെയിൽ എന്നാണ് ഇതിന്റെ പേര്. വാലറ്റത്തെ മഞ്ഞപ്പുള്ളികളാണ് രണ്ട് പേരിനും ആധാരം. വിഷമില്ലാത്ത പൊതുവെ മണ്ണിനടിയിൽ വസിക്കുന്ന കവചവാലൻ പാമ്പുകൾ മഴക്കാലത്ത് മാത്രമേ ഇര തേടി പുറത്തെത്താറുള്ളൂ. അതിനാൽ ഇവയെ കണ്ടുകിട്ടുക അപൂർവമാണ്. വിരലുകളുടെ വണ്ണവും പരമാവധി 37 സെന്റിമീറ്റർ നീളവുമാണ് ഈ പാമ്പുകൾക്ക് കണ്ടുവരുന്നത്. രൂപശാസ്ത്ര ജനിതക പഠനങ്ങളിലൂടെയാണ് ഗവേഷക സംഘം പുതിയ ഇനത്തെ തിരിച്ചറിഞ്ഞത്. കവചവാലൻ ഇനത്തിൽപ്പെട്ട 27 പാമ്പുകളെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അവയെല്ലാം ജൈവ വൈവിധ്യ കലവറയായ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ന്യൂസിലാൻഡ് ആസ്ഥാനമായുള്ള മംഗ്നോളിയ പ്രസിന്റെ സൂട്ടാക്സ ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1955 മേഘാലയയിൽ നിന്ന് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ അംഗസ് എഫ് ഹട്ടൺ ശേഖരിച്ച് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ എത്തിച്ച സ്പെസിമിനിൽ നിന്നാണ് ഡോക്ടർ ഡേവിഡ് ഇതൊരു പുതിയ ഇനമാണെന്ന് തിരിച്ചറിയുന്നതും പഠനം ആരംഭിക്കുന്നതും. പശ്ചിമഘട്ടത്തിലെ ആകാശദ്വീപുകളെ കേന്ദ്രീകരിച്ച് നാഷണൽ ജിയോഗ്രഫിക്കിന്റെ സഹായത്തോടെ ഡോക്ടർ ദീപകിന്റെ നേതൃത്വത്തിൽ മേഘാലയയിൽ നടന്ന പഠനത്തിലാണ് വണ്ടി കയറിയ നിലയിൽ ആദ്യമായി ഇവയെ കണ്ടെത്തുന്നത്. 2017 വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പെരിയാർ കടുവ സങ്കേതത്തിൽ ഡോക്ടർ സന്ദീപിന്റെ നേതൃത്വത്തിൽ നടന്ന ഉഭയ ഉരകജീവി സർവേയിൽ മേഘാലയയിലെ ചില ഭാഗങ്ങളിൽ നിന്നും സംഘം പാമ്പിനെ കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിശദമായ പഠനത്തിന് ആവശ്യമായ അനുമതി ഇല്ലാത്തതിനാൽ സംഘത്തിന് 2022 ജൂലൈ വരെ കാത്തിരിക്കേണ്ടി വന്നു. 2022-23 വർഷങ്ങളിലെ മഴക്കാലത്താണ് പഠനത്തിന് ആവശ്യമായ കൂടുതൽ വിവരങ്ങൾ മൂന്നാർ യെല്ലപ്പെട്ടി മേഖലയിൽ നിന്നും ലഭിച്ചത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഡേവിസ് ഗോർ, കാലിക്കറ്റ് സർവകലാശാല ജന്തുശാസ്ത്ര വിഭാഗം പോസ്റ്റ് ഡോക്ടർ ഫെല്ലോ ഡോക്ടർ സന്ദീപ് ദാസ്, ന്യൂകാസൽ സർവകലാശാല ഗവേഷകൻ ഡോക്ടർ വി ദീപക്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകൻ ജേസൺ ജെറാഡ്, ബംഗളൂരു അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റിലെ ഗവേഷകർ സൂര്യനാരായണൻ എന്നിവരാണ് പഠനത്തിന് പിന്നിൽ. കൃത്യമായ ഇടവേളകളിൽ വലിയ ജീവികളെയും പക്ഷികളെയും കുറിച്ച് പഠിക്കുന്നത് പോലെ ചെറുജീവികളെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ വേണമെന്നും ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ അത് പ്രധാനമാണെന്നും ഡോക്ടർ സന്ദീപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പഠനങ്ങൾ ചുറ്റുമുള്ള ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന പുതിയ ജീവജാലങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ പഠനത്തിനിടെ DNA ഡേറ്റ സഹിതം നിരവധി മ്യൂസിയം സാമ്പിളുകൾ സംഘം പരിശോധിച്ചതിൽ മേഘമല്ല മൂന്നാർ കുന്നുകളിൽ കാണപ്പെടുന്ന ഈ ഇനം മുമ്പ് അജ്ഞാതമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പുതിയ കണ്ടുപിടുത്തം പശ്ചിമഘട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന വൈവിധ്യത്തെ ഉയർത്തിക്കാട്ടുന്നുവെന്നും ഈ മേഖല അതിവേഗം നശിക്കുന്ന ഭൂപ്രകൃതിയിലെ പല ജീവവർഗ്ഗങ്ങളും ശാസ്ത്രത്തിന് അജ്ഞാതമായി തുടരുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ ദുർബലമായ ആവാസ വ്യവസ്ഥ ഇന്ത്യയിലെ ഉരകങ്ങൾക്ക് ഏറ്റവും വൈവിധ്യമാർന്ന ഒന്നാണ്. 50% പ്രാദേശിക സ്പീഷീസുകളും ഇവിടെയുണ്ട്. അക്വേഷ്യ, ലന്താന, വാറ്റിൽ, പൈൻ തുടങ്ങിയ അധിനിവേശ അന്യഗ്രഹ ജീവികളുടെ ദ്രുതഗതിയിലുള്ള കടന്നുകയറ്റം പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും 15 പുതിയ ഇനം പാമ്പുകളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. സൂട്ടാക്സ എന്ന അന്താരാഷ്ട്ര പീർ റിവ്യൂ ജേണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.